Hi my dear friends, welcome to my channel Biology for All. അപ്പോൾ ക്രാഷ് കോഴ്സിൻ്റെ അതായത് കഴിഞ്ഞ നാലാമത്തെ പാർട്ടിൽ നമ്മൾ ജീൻ മ്യൂട്ടേഷനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഈ അഞ്ചാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോമസോമൽ മ്യൂട്ടേഷനെ കുറിച്ചാണ്. ഓക്കെ, മ്യൂട്ടേഷൻ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലോ നമ്പറിലോ അറേഞ്ച്മെൻറ്റിലോ മൂലമുണ്ടാകുന്ന വ്യത്യാസം മൂലം മ്യൂട്ടേഷൻ ഉണ്ടാകുകയാണ് എങ്കിൽ അതിന് നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്നും, ഒരു പർട്ടിക്കുലർ ജീനിലെ ന്യൂക്ലിയോടൈഡിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷനെ ജീൻ മ്യൂട്ടേഷൻ അഥവാ പോയിൻറ്റ് മ്യൂട്ടേഷൻ എന്നും വിളിച്ചത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ജീൻ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡറിനെ മെൻഡീലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എന്നാൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡറിനെ മെൻഡീലിയൻ ഡിസോർഡർ എന്ന് വിളിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഡീലിയൻ ഡിസോർഡേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യും. എപ്രകാരമാണോ മെൻ്റൽ പഠിച്ച ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്ത്, അതുപോലെ ജീൻ മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സും അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് മെൻഡീലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലാതെ മെൻ്റൽ കണ്ടുപിടിച്ചത് കൊണ്ടല്ല. മെൻ്റൽ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, the disorders which is due to gene mutation can be called as Mendelian disorder. Why? Because they are transmitted to next generation just like Mendelian characters are inherited. Okay, അപ്പോൾ ജീൻ മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാലാമത്തെ ഭാഗത്തിൽ ക്രാഷ് കോഴ്സിന് നാലാമത്തെ പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷനെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. ക്രോമസോമൽ അബറേഷൻസ് എന്നും ന്യൂമറിക്കൽ മ്യൂട്ടേഷൻസ് എന്നും. ഓക്കെ, ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ആണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്രോമസോമൽ മ്യൂട്ടേഷനെയാണ് ക്രോമസോമൽ അബറേഷൻസ് എന്ന് പറയുന്നത്. When a chromosomal mutation is due to any structural changes in the chromosome, such chromosomal mutation can be called as chromosomal aberration. ഓക്കെ, ഇനി ക്രോമസോമൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് ക്രോമസോമിൻ്റെ അറേഞ്ചിലുണ്ടാകുന്ന വ്യത്യാസം മൂലം, നമ്പറിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ആണ് എങ്കിൽ, അതിന് നമ്പർ വേരി ചെയ്യുകയാണ് എങ്കിൽ നോർമൽ ലെവലിൽ നിന്ന്, അത്തരത്തിലുള്ള മ്യൂട്ടേഷനെ ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ന്യൂമറിക്കൽ നിങ്ങൾക്കറിയാം, സംതിങ് റിലേറ്റഡ് ടു നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണെങ്കിൽ ക്രോമസോമൽ അബറേഷൻ, നമ്പറിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണെങ്കിൽ ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ. അപ്പോൾ ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പറിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതെന്ത് തന്നെയാണ്? ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ തന്നെ ആണ്. ക്രോമസോമൽ അബറേഷനെ നമുക്ക് പ്രധാനമായിട്ടും അഞ്ചായി തരംതിരിക്കാം. ഒന്നാമത്തത് അഡീഷൻ, 2 ഡിലീഷൻ, 3 ഡ്യൂപ്ലിക്കേഷൻ, നാലാമത്തത് ട്രാൻസ്ഫേർഷൻ ആൻഡ് ഫൈനലി അഞ്ചാമത്തെ ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, അത് ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന ചേഞ്ച് മൂലം ഉണ്ടാകുന്നത്. അതിന് വിളിക്കുന്ന പേരെന്താണ്? ക്രോമസോമൽ അബറേഷൻസ് ആണ്. ഈ ക്രോമസോമൽ അബറേഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാൻസർ സെൽസിലാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? നമ്പറിലുണ്ടാകുന്ന വ്യത്യാസം ആണ് ക്രോമസോമൽ മ്യൂട്ടേഷന് കാരണമെങ്കിൽ അത്തരത്തിലുള്ള ക്രോമസോമൽ മ്യൂട്ടേഷൻ നമ്മൾ എന്ത് വിളിക്കും? ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? യൂപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും. ഓക്കെ, ഇങ്ങനെ ക്രോമസോമൽ നമ്പറിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അത് ജീനോമിക് ലെവലിലാണ്. ഓക്കെ, എൻറ്റയർ ജീനോമിക് ലെവലിലാണ് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് യൂപ്ലോയിഡ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു സെല്ലിൽ 16 ക്രോമസോം ഉണ്ടെന്ന് വിചാരിച്ചേ. ആ 16 ക്രോമസോം 2n = 16 എന്നാണ്. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമസോമുകൾ 2ൻ്റെ കൂട്ടമായിട്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കിയാൽ ഒരു 6 ക്രോമസോം ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? 2, 2, 2 അങ്ങനെ 3 ഗ്രൂപ്പായിട്ടിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കി, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. ഓരോ ബെഞ്ചിലും 2 കുട്ടികൾ വീതമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബെഞ്ചിലും 2 കുട്ടികൾ വീതമാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ഇവിടുത്തെ ഈ കണ്ടീഷനുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് പറയാം കേട്ടോ. നിങ്ങൾ ആ ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ക്രോമസോമുകളായിട്ട് കൺസിഡർ ചെയ്തേ. അപ്പം എങ്ങനെ ഇരിക്കുന്നത്? 2ൻ്റെ കൂട്ടങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഡിപ്ലോയിഡ്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാലോ ഹാപ്ലോയിഡ്. 3ൻ്റെ കൂട്ടമാണെങ്കിലോ ട്രിപ്ലോയിഡ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളോട്ട് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്ലോയിഡ് കണ്ടീഷൻ 2n = 16 എന്ന് വിചാരിച്ചേ. ഒരു സെല്ലിനകത്ത് ഉള്ള ആകെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. ആ 16 എങ്ങനെ ഇരിക്കുന്നു? 2ൻ്റെ കൂട്ടമായിരിക്കും. അപ്പോൾ എന്താ കണ്ടീഷൻ? ഡിപ്ലോയിഡ് 2n ആണ്. ഓക്കെ, അപ്പം ഈ 16 ക്രോമസോം ഇരിക്കേണ്ട ആ സെല്ലിൽ സെൽ ഡിവിഷൻ്റെ സമയത്ത് പിന്നെ ക്രോമസോമുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില അബ്നോർമാലിറ്റി കൊണ്ട്
16 എന്ത് സംഭവിക്കുന്നു? 8 മാത്രമാണ് ഒരു സെല്ല് വരുന്നതെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് 8 ക്രോമസോം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടീഷൻ? n=8 എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് മാറുന്നു കേട്ടോ. 2n=16 എന്ന ജീനോം വരേണ്ടിടത്ത് പകരം വന്ന കണ്ടീഷൻ എന്താ? n=8. അതെന്താ സംഭവിച്ചത്? ആ ജീനോമിനെ ആകെ അടിമുടി മാറ്റി കണ്ടോ. അങ്ങനെ ജീനോമിക് ലെവലിലുണ്ടാകുന്ന ക്രോമസോം നമ്പറിൽ വ്യത്യാസം മൂലം ജീനോമിക് ലെവലിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ വിളിക്കുന്ന പേരാണ് യൂപ്ലോയിഡി. ആ യൂപ്ലോയിഡിൽ എന്തൊക്കെ വരാം? ഹാപ്ലോയിഡി വരാം, ഡിപ്ലോയിഡ് വരാം, ട്രിപ്ലോയിഡ് വരാം, ടെട്രാപ്ലോയിഡ് വരാം, പെൻറ്റാപ്ലോയിഡ് വരാം, എക്സെട്ര എക്സെട്ര. ഓക്കെ. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ക്രോമസോമുകളുടെ ഗ്രൂപ്പുകളായിട്ടാണ് ആ വ്യത്യാസം കാണപ്പെടുന്നതെങ്കിൽ അതിനെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? പോളിപ്ലോയിഡി എന്ന് വിളിക്കാം. അതായത് ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്, എക്സെട്ര എക്സെട്ര അതൊക്കെ എന്താണ്? പോളിപ്ലോയിഡിലാണ് വരുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത അനിയോപ്ലോയിഡ് നോക്കി. അനിയോപ്ലോയിഡ് ന്യൂമറിക്കൽ മ്യൂട്ടേഷനാണ്. ക്രോമസോമിൻ്റെ നമ്പറിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ തന്നെയാണ് അനിയോപ്ലോയിഡ്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്? ജീനോമിക് ലെവലിലല്ല വ്യത്യാസം കാണാം, ഇൻഡിവിജ്വൽ ലെവലിലാണ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ ഡിപ്ലോയിഡ് ആണ്, നമ്മളിൽ 46 ക്രോമസോം ഉണ്ട്, ഇരിക്കുന്ന 2ൻ്റെ കൂട്ടമായിട്ടാണ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആ ക്രോമസോമുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്ലോയിഡ്. നമ്മുടെ ഉള്ളിൽ ആ ക്രോമസോം 3ൻ്റെ കൂട്ടമായിരുന്നെങ്കിൽ നമ്മൾ ട്രിപ്ലോയിഡ് ആയേനെ. അല്ലേ? നിങ്ങൾക്കറിയാം കൾട്ടിവേറ്റഡ് ബനാന, നമ്മൾ കൃഷി ചെയ്യുന്ന വാഴ, അതിലെന്താ അത് എന്ത് പറയുന്നത്? ട്രിപ്ലോയിഡാണ്. 2n= എന്ന് പറയാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ട്രിറ്റിക്കൈസ് ഗോതമ്പ്, അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അവിടെ എന്താണ്? ഹെക്സാപ്ലോയിഡാണ്. കാരണം അവിടെ ആകെ 42 ക്രോമസോം ഉണ്ട്. അത് 6 ക്രോമസോമുകൾ കൂടി ചേർന്ന് 6ൻ്റെ കൂട്ടമായിട്ട്, 6ൻ്റെ ഗ്രൂപ്പായിട്ട് അങ്ങനെ 7 എന്തുണ്ട്? 6ൻ്റെ കൂട്ടമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബണ്ടിൽ കാണാൻ പറ്റും? 7 ബണ്ടിലായിട്ട് അവിടെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് എന്ത് വിളിക്കുക? ഹെക്സാപ്ലോയിഡാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൽ 2n=46 ആണല്ലോ, 46 ക്രോമസോം ഉണ്ട്, ഡിപ്ലോയിഡും ആണ്. അതായത് ഹ്യൂമൻ ബീയിങ്ങിന് 23 ജോഡി ക്രോമസോമുകളുണ്ട്, 2ൻ്റെ കൂട്ടമായിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് നോക്കിയാൽ ഒരു മൂന്നാമത്തെ പേരിലിരിക്കുന്ന ഒരു ക്രോമസോം എനിക്ക് നഷ്ടമാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ജോഡിയിൽ 2ൻ്റെ കൂട്ടമായിട്ടിരിക്കുന്ന ക്രോമസോമിൽ നിന്ന് ഒരു ക്രോമസോം നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലോയിഡിലോട്ട് പോകും? ഒരിക്കലുമില്ല. ഞാൻ ആസ് എ ഹോൾ ഞാൻ എന്ത് തന്നെയാണ്? ഡിപ്ലോയിഡ് തന്നെയാണ്. പക്ഷേ എൻ്റെ മൂന്നാമത്തെ ജോഡിയിൽ നിന്ന് ഒരു ക്രോമസോം പോയെന്നുള്ളൂ. ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ആ വ്യത്യാസം ഉണ്ടായത്, നമ്പറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ക്രോമസോം 46 45 മാറുന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ 2n തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ലെവലിലാണ് നമ്പറിൻ്റെ വ്യത്യാസം മൂലം മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ വിളിക്കുന്ന പേരാണ് അനിയോപ്ലോയിഡി. ഓക്കെ. അനിയോപ്ലോയിഡ് പലതരത്തിലുണ്ട്. നോക്കിയേ, ആ പർട്ടിക്കുലർ ഏരിയയിൽ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ട ക്രോമസോമിൽ നിന്ന് ഒരു ക്രോമസോം നഷ്ടപ്പെടുന്നു. അപ്പോൾ 2n-1 അല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് മോണോസോമി. ഇനി ആ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ട അവിടെ ആ 2n കണ്ടീഷൻ ഇരിക്കേണ്ട ആ പർട്ടിക്കുലർ ക്രോമസോം ഗ്രൂപ്പിൽ നിന്ന് ഒരു 2 ക്രോമസോം അല്ലെങ്കിൽ ഒരു ക്രോമസോം ആഡ് ചെയ്യുന്നു, 2n+1 എന്ന് വിളിക്കുക. അപ്പോൾ ആകെ 3 ക്രോമസോം ആ ഏരിയയിൽ മാത്രം കാണാൻ പറ്റുക, ഇൻഡിവിജ്വൽ ലെവലാണ്. അപ്പോൾ എന്താ? ട്രൈസോമി. ഇനി അവിടേക്ക് വീണ്ടും ഒരു പെയർ ഓഫ് ക്രോമസോം, 2 ക്രോമസോം ഒന്ന് ആഡ് ചെയ്ത് 2n+2 എന്താ? ടെട്രാസോമിയാണ്. ഇനി നോക്കിയേ, എൻ്റെ 21ാമത്തെ ജോഡി ക്രോമസോം, അവിടെ 2 ക്രോമസോം ഉണ്ടെന്ന് അറിയാലോ, 2 കൂട്ടമാരും 2n തന്നെയാണ് കണ്ടീഷൻ അല്ലേ. ആ 2 ക്രോമസോം അതുപോലെ നഷ്ടമാകുന്നു. അപ്പോൾ എൻ്റെ അവിടുത്തെ കണ്ടീഷൻ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ആ ഇൻഡിവിജ്വൽ ലെവൽ മാത്രമുള്ള കണ്ടീഷൻ എന്തായിരിക്കും? 2n-2 ആണ്. അവിടെയുള്ള 2 ക്രോമസോം അപ്പാടെ അങ്ങ് പോയി അല്ലേ. അപ്പോൾ അതിന് നമുക്ക് അവിടെ അപ്പം ക്രോമസോം ഇരിക്കേണ്ടടുത്ത് ഒരു ക്രോമസോമും ഇല്ല. അപ്പോൾ എന്തായിരിക്കും? 2n-2. അപ്പം നള്ളിസോമിയാണ്. നിങ്ങൾക്കറിയാം, നള്ളി എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു 0 എന്നാണ് അല്ലേ. നൾ സെറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഓക്കെ. അപ്പം മനസ്സിലായ യൂപ്ലോയിഡിയും അനിയോപ്ലോയിഡിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യൂപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ in which the change in chromosome number can be seen at genomic level, the whole genomic level. Okay. നിങ്ങൾക്കറിയാം, ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ സെറ്റ് ഓഫ് ജീൻ പ്രസൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഓർഗാനിസം ക്യാൻ ബി കോൾഡ് ആസ് ജീനോം അല്ലേ. അപ്പോൾ അത് എൻറ്റയർ ജീനോമിലൊരു ചേഞ്ച് ഔട്ടാക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ. മറ്റാണ് അനിയോപ്ലോയിഡി ആണെങ്കിലോ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ ഇൻ വിച്ച് ദ ക്രോമസോം നമ്പർ ചേഞ്ച് ക്യാൻ ബി സീൻ at individual level, that is in a particular area only. It doesn't cause the entire genome change. That's why it is known as aneuploidy. ഓക്കെ. യൂപ്ലോയിഡിൽ വരുന്നത് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് അങ്ങനെ പോകുന്നു. അതായത് പോളിപ്ലോയിഡി എന്നൊക്കെ പറയാം. അടുത്ത അനിയോപ്ലോയിഡിൽ വരുന്നതോ
നമുക്കറിയാം മോണോസോമി, ട്രൈസോമി, ടെട്രാസോമി, നള്ളിസോമി അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പലതരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷനെ നമ്മൾ രണ്ടായി തരം തിരിച്ച് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് എങ്കിൽ ക്രോമസോമൽ അബ്രേഷൻ, ആ ക്രോമസോമൽ അബ്രേഷനെ വീണ്ടും 5 തരം തിരിച്ചു: അഡീഷൻ, ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇൻവേർഷൻ ആൻഡ് ഫൈനലി ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒരു ക്രോമസോമിൽ നിന്ന് ഒരു ഫ്രാഗ്മെൻറ്റ് നഷ്ടപ്പെടുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിലീഷൻ, അല്ലേ? ആ ഫ്രാഗ്മെൻറ്റ് നഷ്ടപ്പെടുന്നത് എവിടെ നിന്നൊക്കെ ആവാം? അതിൻ്റെ ടെർമിനൽ എൻഡിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻസൈഡിൽ നിന്നാവാം. ഓക്കെ, അപ്പോൾ ഡിലീഷൻ മീൻസ് വാട്ട്? ദ ലോസ് ഓഫ് എ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഫ്രം ദി സ്ട്രക്ചർ ഓഫ് ഒറിജിനൽ ക്രോമസോം ക്യാൻ ബി കോൾഡ് ആസ് ഡിലീഷൻ. ഡിലീഷൻ മേ ഒക്കർ ടെർമിനലി ഓർ ഇൻറ്റേർണലി. ഓക്കെ, ഇനി എന്താണ് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡീഷൻ എന്ന് പറയുന്നത് ഒരു ക്രോമസോമിൽ പുതിയതായിട്ടൊരു ഫ്രാഗ്മെൻറ്റ് വന്ന് ചേരുകയാണെങ്കിൽ അതിനെ വിളിക്കാം, നമുക്ക് അഡീഷൻ വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്രോമസോമിൽ ABCD ഇത്രയേ ഉള്ളൂ ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, അത് ജീനുകളല്ല, ഫ്രാഗ്മെൻറ്റുകളാണ്. ഒരു ഫ്രാഗ്മെൻറ്റ് ഒരുപാട് ജീനുകൾ കാണാം. അപ്പോൾ ABCD ആണല്ലോ അതിൻ്റെ സ്ട്രക്ചറൽ ഫ്രാഗ്മെൻറ്റ്സ്. അതിൻ്റെ കൂടെ ഒരു ഇയും കൂടെ വന്ന് ചേർന്ന് പുതിയതായിട്ടൊരു ഫ്രാഗ്മെൻറ്റ് കൂടെ വന്ന് ചേർന്ന് അഡീഷൻ എന്ന് വിളിക്കാം. കേട്ടോ, അഡീഷൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ദെൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റിൽ ഇതാണ് ABCD ആണെന്ന് വിചാരിക്കുക. അതിൽ ഒരു ഫ്രാഗ്മെൻറ്റ് ഒന്നും കൂടി ആവർത്തിക്കുന്നു, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും വിളിക്കാം ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ എന്തായിട്ട് മാറും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABCDയിൽ C ഒന്നും കൂടെ ആവർത്തിച്ചാലോ ABCCD എന്നായിട്ട് മാറും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ പർട്ടിക്കുലർ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഗെറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് വിത്തിൻ ദ ഒറിജിനൽ ക്രോമസോം. Such a type of chromosomal aberration can be called as duplication. ഓക്കെ, അതിലുള്ളതാണ് ഒന്നും കൂടെ ആവർത്തിക്കുന്നത്. അഡീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുതിയതായിട്ട് പുറത്ത് നിന്ന് വരികയാണ് ചെയ്യുന്നത്, വ്യത്യാസം. ഇനി ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നോൺ ഹോമോലോഗസ് ക്രോമസോം തമ്മിലാണ് നടക്കുന്നത്. എന്താണ് ഈ ഹോമോലോഗസ് ക്രോമസോമും നോൺ ഹോമോലോഗസ് ക്രോമസോമും? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, അതിലുള്ള ജീനുകൾ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. എന്ത് വിളിക്കും? ഹോമോലോഗസ്. നമ്മൾ ഫസ്റ്റ് പെയർ ഓഫ് ക്രോമസോം എടുത്ത് ഒന്നാമത്തെ ജോഡി എടുക്കുമ്പോൾ ആ ക്രോമസോമുകൾ എന്തായിരിക്കും? ഒരുപോലെ ഇരിക്കും ഏകദേശം, അല്ലേ? അങ്ങനെയുള്ളതിന് എന്ത് വിളിക്കാം? നമുക്ക് ഹോമോലോഗസ്. ഒന്ന് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയാണ്, ഒന്ന് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ ഒന്നാമത്തെ പെയറും രണ്ടാമത്തെ പെയറും എടുത്താലോ ഒന്നാമത്തെ പെയറിലെ ആദ്യത്തെ ക്രോമസോമും രണ്ടാമത്തെ പേരിലെ പിന്നെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ക്രോമസോം തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതിനെന്ന് വിളിക്കാം നോൺ ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കാം. അതായത് അവരിലെ ജീനുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹാവിങ് സെയിം ഹോമോളജി. ഓക്കെ, അതായത് ഒരേ സ്ട്രക്ചർ ആയിരിക്കും. മറ്റാണെങ്കിലോ ഡിഫറൻ്റ് ആയിരിക്കും. നോൺ ഹോമോലോഗസ് ക്രോമസോമുകൾ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പം പഠിക്കേണ്ട കാര്യത്തിലുള്ളത് ട്രാൻസ്ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ലൊക്കേഷൻ മീൻസ് വാട്ട്? The exchange or removal or addition of chromosomal fragment from one non-homologous chromosome to another. കണ്ടോ, ഒരു നോൺ ഹോമോലോഗസ് ക്രോമസോം, ഒന്നാമത്തെ ക്രോമസോം ഒമ്പതാമത്തെ ക്രോമസോമിൽ നിന്ന് ഒരു ഫ്രാഗ്മെൻറ്റ് ഇളകി മാറി ഒന്നാമത്തെ ക്രോമസോമിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. എന്താ അത് ട്രാൻസ്ലൊക്കേഷനാണ്. കാരണം എന്താ? ഒമ്പതാമത്തെ ക്രോമസോം ഹോമോലോഗസ് അല്ല, നോൺ ഹോമോലോഗസ് ക്രോമസോമാണ്. ശരി, അതിനെന്ത് വിളിക്കുക? നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ വിളിക്കുക. ഇനി നോക്കി, അവർ തമ്മിൽ ഒന്നാമത്തെയും ഒമ്പതാമത്തെയും ആയ നോൺ ഹോമോലോഗസ് ക്രോമസോം പരസ്പരം ക്രോമസോം ഫ്രാഗ്മെൻറ്റുകളെ എക്സ്ചേഞ്ച് ചെയ്താലോ അതിനെന്ത് വിളിക്കാം? നമുക്ക് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കാം. ഒന്നാമത്തെ ക്രോമസോമിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ് ഒമ്പതാമത്തെ ക്രോമസോമിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ് ഒന്നാമത്തേലും വന്നാൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞതാണ് ഫിലാഡൽഫിയ ക്രോമസോം ഒരു ലുക്കീമിയ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ ഫിലാഡൽഫിയ ക്രോമസോം റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, മാത്രമല്ല ആ ലുക്കീമിയയെ തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഫിലാഡൽഫിയ ക്രോമസോം ഉണ്ടോ ഇല്ലോ എന്ന് നോക്കിയിട്ടാണ്. ഏകദേശം 95% ഓഫ് ആ ലുക്കീമിയ കാണിക്കുന്ന ആൾക്കാരിൽ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയും, അല്ലേ? ആ ലുക്കീമിയ കാണിക്കുന്ന ആൾക്കാരിൽ ഈ ഫിലാഡൽഫിയ ക്രോമസോം കാണും. അപ്പോൾ മനസ്സിലായോ ട്രാൻസ്ലൊക്കേഷൻ്റെ പല വകഭേദങ്ങൾ? മനസ്സിലായോ? നമുക്കറിയാം ഈ ട്രാൻസ്ലൊക്കേഷനെ പോലെ തോന്നുന്നൊരു ഫിനോമിനാണ് ക്രോസിംഗ് ഓവർ, അല്ലേ? നമ്മുടെ മ്യോസ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദി എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ക്യാൻ ബി കോൾഡ് ആസ് ക്രോസിംഗ് ഓവർ ഓർ റീകോമ്പിനേഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലേ? ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിൽ എന്തോ ചെയ്യും? ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും, അല്ലേ? എക്സ്ചേഞ്ച്. അതിനെന്ത് വിളിക്കാം? അതിനെ നമ്മൾ
ക്രോസിംഗ് ഓവർ എന്നും ആ ഫിനോമിനെ റീകോമ്പിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ശരിയാണല്ലോ? ഓക്കെ, അത് ഹോമോലോഗസ് ക്രോമസോം തമ്മിലാണ്. പക്ഷേ ഈ ട്രാൻസ്ലൊക്കേഷൻ നോൺ ഹോമോലോഗസ് ക്രോമസോം എന്നാണ്. ഇനി നോക്കി, ഇനി ഞാൻ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതും പലതും തെറ്റിക്കുന്നതാണ്. റീകോമ്പിനേഷൻ അഥവാ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് നടക്കുന്ന ഹോമോലോഗസ് ക്രോമസോമാണ്. ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ രണ്ട് ക്രോമസോമിലുള്ള ജീനുകൾ ഏറെക്കുറെ ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ക്രോമസോമുകളിലുള്ള ആ ജീനുകളെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 46 ക്രോമസോം ഉണ്ടല്ലോ, 46 ക്രോമസോം ഉണ്ടെന്ന് വിചാരിച്ചേ. ഓക്കെ, ഒരു ഫീമെയിൽ ഹ്യൂമൻ ബീയിങ് ആണെന്ന് വിചാരിച്ച് 46 ക്രോമസോം ഉണ്ട്. അപ്പോൾ എത്ര ജോഡി ക്രോമസോമോ ഉള്ളത്? 23 ജോഡി അല്ലേ? ആ 23 ജോഡി ക്രോമസോമുകളിലും, അതായത് ഒന്നാമത്തെ പേരിലെ ആദ്യത്തെ ക്രോമസോമിൽ കാണുന്ന ജീനും ആ ഒന്നാമത്തെ പേരിൽ രണ്ടാമത്തെ ക്രോമസോമിൽ കാണുന്ന ജീനും ഏറെക്കുറെ ഒരുപോലെയല്ലേ? കാരണം ഒന്ന് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്നതല്ലേ? അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് എത്രയാണ്? 1. മറക്കരുത്, ഈ പെയർ ഓഫ് ക്രോമസോം ഹോമോലോഗസ് ക്രോമസോമിൽ ഇപ്പം ഹോമോലോഗസ് ക്രോമസോമുകൾ 2 ഉണ്ടെങ്കിൽ ലിങ്കേജ് ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. 4 ഉണ്ടെങ്കിൽ ലിങ്കേജ് ഗ്രൂപ്പ് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോമിൻ്റെ പകുതി ആയിരിക്കും ലിങ്കേജ് ഗ്രൂപ്പ്, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് 46 ക്രോമസോം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്കേജ് ഗ്രൂപ്പ് എത്രയായിരിക്കും? 23 ആയിരിക്കും, മറക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗാനിസത്തിന് 10 ക്രോമസോം ഉണ്ട്, ലിങ്കേജ് ഗ്രൂപ്പ് എത്രയായിരിക്കും? ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലായല്ലോ? ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ജീൻസ് അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഒരു ക്രോമസോമിൽ ഒരു ലിങ്കേജ് ഗ്രൂപ്പാണ്, അടുത്ത ക്രോമസോമിന് അടുത്ത ലിങ്കേജ് ഗ്രൂപ്പാണ്. പക്ഷേ ആ ഒരു ക്രോമസോമിൻ്റെ തന്നെ സെയിം ആണ് മറ്റതെങ്കിൽ ലിങ്കേജ് ഗ്രൂപ്പ് 2 കണക്കാക്കണം, 1 കണക്കാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആകെ 46 ക്രോമസോമാണ് ഉള്ളത്. പക്ഷേ എത്ര ജോഡിയാണ്? 23 ജോഡിയാണ്. ജോഡി എന്ന് പറയാൻ കാരണം എന്താ? 23 ജോഡി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഹോമോലോഗസ് ക്രോമസോം അല്ലേ? ഒന്നാമത്തെ പേരെന്ന് പറയുമ്പം ഒന്നാമത്തെ പേരിൽ 2 ക്രോമസോം ഉണ്ട്, ഒന്ന് അച്ഛൻ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും. അപ്പം അതിലുള്ള ജീനുകൾ ഏറെക്കുറെ ഒരുപോലെയാണ്. അപ്പോൾ അതിന് ഒരു ലിങ്കേജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കണം. ശരി, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൽ എത്ര ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? 23 ആണ്. ഇനി നോക്കി, അതിന് പ്രത്യേകത ഉണ്ട്. ഇനി നോക്കി, ഇനി മെയിലിൽ എത്രയാണെന്ന് നോക്കിയാൽ, മെയിലിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മെയിലിൽ 46 ക്രോമസോം ഉണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം 46 ക്രോമസോമിൽ 44 വരെ കുഴപ്പമില്ല, 44 ഓട്ടോസോംസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ബോഡി ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം. അപ്പോൾ എത്രയാണ് ലിങ്കേജ് ഗ്രൂപ്പ്? 22. ഇപ്പോൾ സെക്സ് ക്രോമസോം എക്സും വൈയും ഉണ്ട്. കണ്ടോ, എക്സ് എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന ജീനുകൾ വ്യത്യസ്തമാണ്, വൈ എന്ന് പറയുന്ന ക്രോമസോമിൽ അടങ്ങിയ ജീനുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് 2 ലിങ്കേജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോസോംസ് 44 ഉള്ളതുകൊണ്ട് പകുതി 22, മെയിലിൽ എക്സും വൈയും ഉള്ളതുകൊണ്ട് 2 ലിങ്കേജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കണം. അപ്പോൾ എത്രയായിരിക്കും? 23-ന് പകരം 24 മെയിലിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പ് ഹ്യൂമൻ ബീയിങ്ങിൽ, മറക്കരുത്. ഫീമെയിലാണെങ്കിൽ നോ പ്രോബ്ലം. ഫീമെയിലുള്ളത് എത്രയാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ 23 ജോഡി തന്നെയാണ്. അതിൽ ഏറ്റവും അവസാനം സെക്സ് ക്രോമസോം XX തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സിനെ എടുത്താൽ മതി, ഒരു ലിങ്കേജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓട്ടോസോംസ് 22 ലിങ്കേജ് ഗ്രൂപ്പ്, സെക്സ് ക്രോമസോമിൽ 1 23 തന്നെയാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറും. അപ്പം ആസ് എ ഹോൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറലായിട്ട് നമ്മുടെ ലിങ്കേജ് ഗ്രൂപ്പ് എത്രയെന്ന് പറയാം? 23 എന്ന് പറയാം. പക്ഷേ മെയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ആണോ അതോ 24 ആണോ? 24 കാരണം വൈയും കൂടെ കണക്കാക്കണം. കാരണം വൈയിലെയും എക്സും അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിലും എക്സിലുള്ള ജീനുകളല്ല വൈയിലുള്ളത്. അപ്പോൾ 2 ലിങ്കേജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അടുത്ത് നോക്കി, ഡ്രോസോഫില എടുത്ത് നോക്കി. ഡ്രോസോഫില 2n = 8 ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിപ്ലോയിഡ് നമ്പറാണ് 8 ആണ്. അതിൽ ഡ്രോസോഫില ലിങ്കേജ് ഗ്രൂപ്പ് എത്രയായിരിക്കും? അതിന് പകുതി എടുത്താൽ 4 ആയിരിക്കും. ശരിയാണല്ലോ? പക്ഷേ മെയിൽ എത്രയായിരിക്കും? മെയിലുള്ള ഏതാ? സെക്സ് മിഷൻ മെക്കാനിസമാണ്. മെയിലുള്ളത് XY ആണ്. അപ്പോൾ എത്രയായിരിക്കും? ഒന്നും കൂടെ അഡീഷണലായിട്ട് കൂടെ വൈയും കൂടെ കണക്കാക്കണം. അപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഫീമെയിൽ നോ പ്രോബ്ലം, ഹ്യൂമൻ ബീയിങ്ങിലെ പോലെ XX ആണ്. അപ്പോൾ എത്ര തന്നെയാണ്? 8-14 തന്നെ. ഇങ്ങനെയാണ് ലിങ്കേജ് ഗ്രൂപ്പ് കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ ടർണേഴ്സ് സിൻഡ്രോം എന്നുള്ള സിൻഡ്രോം ഉണ്ടല്ലോ, അതായത് ഫീമെയിൽ വരുന്ന ഒരു സിൻഡ്രോമാണ് ടർണേഴ്സ് സിൻഡ്രോം. അവർക്ക് ഒരു X ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. കേട്ടോ, X0 ആണ്. അപ്പോൾ അവിടെ ലിങ്കേജ് ഗ്രൂപ്പ് എത്രയാണ്? 23 ആണോ 22 ആണോ? ഒരു സംശയം, നമുക്ക് 22 എന്നൊക്കെ തോന്നും, പക്ഷേ 23 തന്നെയാണ്. കാരണം എന്താ? കാരണം അവരുടെ ഓട്ടോസോംസ് 22 ആണ്. XX ഉണ്ടെങ്കിൽ കൂടിയും ലിങ്കേജ് ഗ്രൂപ്പ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ X0 വന്നാൽ X ഉണ്ടല്ലോ, ഒരു X ഉണ്ടല്ലോ, അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 22 + 1 എത്രയാണ്? 23 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമിലോട്ട് പോയാലോ. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ XXY ആണ്. അവർ മെയിലാണോ ഫീമെയിലാണോ? അവർ മെയിലാണ്. പക്ഷേ ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കും അല്ലേ? അവർ ഗൈനക്കോമാസ്റ്റർ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ കാണിക്കും. കേട്ടോ, അപ്പോൾ അവരിൽ സെക്സ് ക്രോമസോം എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. XXY ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും?
അപ്പം എന്തായിരിക്കും നമുക്ക് അവർ മെയിലാണ്, അതുകൊണ്ട് തന്നെ XXY ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്രോമസോം കൂടിയത് കൊണ്ട് സാധാരണ മെയിലിന് എത്ര 24 അപ്പോൾ ഇവിടെ ഒന്നും കൂടെ കൂട്ടി 25 എന്ന് പറയരുത്. കാരണം എന്താ, XX വന്നാൽ എടുക്കുന്ന ഒരു എക്സിനെയാണ്, അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് 1. Y വന്നാലോ ഡിഫറൻറ്റ് ജീൻ ആയതുകൊണ്ട് ഒരു ലിങ്കേജ്, അപ്പോൾ 2 ലിങ്കേജ് ഗ്രൂപ്പാണ് സെക്സ് ക്രോമസോമിൽ. XXY ആയിരുന്നാൽ കൂടി നമുക്ക് പ്രതിഫലിക്കുന്ന 2 ലിങ്കേജ് ഗ്രൂപ്പാണ്. ഓട്ടോസോംസിൽ എത്രയുണ്ട്? 22 2 തന്നെയാണ്. 24 തന്നെ സാധാരണ മെയിലിൻ്റെ പോലെ തന്നെയാണ് ലിങ്കേജ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അറിയാം, നിങ്ങൾക്കറിയാം അല്ലേ? ഡൗൺ സിൻഡ്രോം വരുന്ന പിന്നെ ആൾക്കാരിൽ എന്തായിരിക്കും ലിങ്കേജ് ഗ്രൂപ്പ്? അവരുടെ 21st പെയർ ഓഫ് ക്രോമസോം ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? പെയറായിട്ടല്ലാതെ അവിടെ ഒരു ക്രോമസോം കൂടുതലായിരിക്കും അല്ലേ? അതിനെ നമ്മൾ ട്രൈസോമി എന്ന് പറയും. അവിടെ 2ൻ്റെ കൂട്ടമായിരിക്കേണ്ട പിന്നെ നമ്മുടെ ക്രോമസോം 3ൻ്റെ കൂട്ടമായിട്ട് ഇരിക്കും. അപ്പോൾ എത്രയായിരിക്കും ലിങ്കേജ് ഗ്രൂപ്പ്? നോക്കിയാൽ 3ൻ്റെ കൂട്ടമായി ഇരുന്നാൽ കൂടിയും അവിടെ എന്താണ് ഉള്ള ജീനുകൾ ഏറെക്കുറെ ഒരുപോലെയല്ലേ? അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? 1 കൺസിഡർ ചെയ്താൽ മതി. അതിൻ്റെ ഒരു കോപ്പിയും കൂടെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴും സാധാരണ അവർ മെയിലാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും 24, ഫീമെയിലാണെങ്കിൽ 23 തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരേണ്ട ഒരാവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ലിങ്കേജ് ഗ്രൂപ്പിനെ കുറിച്ച് അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആ ലിങ്ക്ഡ് ജീൻസുകളൊക്കെ സെയിം ക്രോമസോമിൽ വരുന്ന ജീൻസുകളൊക്കെ പരസ്പരം ഫിസിക്കലി ലിങ്ക്ഡ് ആയിരിക്കും. ആ ഫിനോമിനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത് അല്ലേ? ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ഓൾ ജീൻസ് വിത്തിൻ ദ സെയിം ക്രോമസോം ക്യാൻ ബി കോൾഡ് ആസ് വാട്ട്? ലിങ്കേജ്. The term linkage and the phenomenon was discovered by a same person, namely T.H. Morgan. നിങ്ങൾക്കറിയാം ആരാണ് അദ്ദേഹം? T.H. Morgan is commonly called as the father of experimental genetics. ഡ്രോസോഫില മെലാനോഗാസ്റ്റർ അഥവാ ഫ്രൂട്ട് ഫ്ലൈ ഉപയോഗിച്ചാണ് അദ്ദേഹം അതിൻ്റെ പഠനങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? നിങ്ങൾക്കറിയാം. ശരി, അപ്പോൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ഡിഫറൻ്റ് ആയിട്ടുള്ള നോൺ ഹോമോലോഗസ് ക്രോമസോമുകൾ തമ്മിലല്ലേ? അപ്പോൾ ഇവിടെ ക്രോമസോമുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്നത് വിത്തിൻ ദ സെയിം ലിങ്കേജ് ഗ്രൂപ്പാണോ, ബിറ്റ്വീൻ 2 ഡിഫറൻറ്റ് ലിങ്കേജ് ഗ്രൂപ്പാണോ? ബിറ്റ്വീൻ 2 ഡിഫറൻറ്റ് ലിങ്കേജ് ഗ്രൂപ്പാണ്, മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ്. ട്രാൻസ്ലൊക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 ഡിഫറൻറ്റ് ലിങ്കേജ് ഗ്രൂപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയേണ്ട ഒരു വസ്തുത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രോസിംഗ് ഓവർ ഓർ റീകോമ്പിനേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ 2 ലിങ്കേജ് ഗ്രൂപ്പാണോ, വിത്തിൻ ദ സെയിം ലിങ്കേജ് ഗ്രൂപ്പാണോ? അവിടുന്ന് ഹോമോലോഗസ് ക്രോമസോമുകളിൽ ഹോമോലോഗസ് 2 പേര് പങ്കെടുക്കുമ്പോൾ അതിന് നമ്മൾ എത്ര ലിങ്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പായിട്ടാണ്? കാരണം ഒരേ ജീൻ ആയതുകൊണ്ട് ഒരേ ലിങ്കേജ് ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ മറക്കരുത്, ക്രോസിംഗ് ഓവർ ഓർ റീകോമ്പിനേഷൻ ടേക്കിംഗ് പ്ലേസ് within the same linkage group, but the translocation takes place between 2 different linkage group. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലാഡൽഫിയ ക്രോമസോമിൻ്റെ കാര്യം മറക്കരുത്. ഫിലാഡൽഫിയ ക്രോമസോം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡിൽ കാണിക്കും. ഫിലാഡൽഫിയ ക്രോമസോം റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നമ്മുടെ മുമ്പ് നടന്ന സയൻറ്റിഫിക് ഓഫീസർ ബയോളജി പരീക്ഷയിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കി ഫൈനലി ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ക്രോമസോമിലിരിക്കുന്ന ഒരു ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അതേ പൊസിഷനിൽ റീജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ. മറക്കരുത്. അപ്പോൾ എന്താണ് ഇൻവേർഷൻ? എ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ബിക്കം റിമൂവ്ഡ് ഫ്രം ദി സ്ട്രക്ചർ ഓഫ് ഒറിജിനൽ ക്രോമസോം and it rejoined in the same region in 180 degree rotated manner or inverted manner. As a result, the orientation of the chromosomal fragment get changed as compared to the original chromosome. ശരിയാണല്ലോ? അപ്പോൾ തിരിഞ്ഞു വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ABCDE ആണെങ്കിൽ അതിൽ സിയും ഡിയും എന്ന് പറയുന്ന ഫ്രാഗ്മെൻറ്റ് ഒരുമിച്ച് കട്ടായിട്ട് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യും. 180 ഡിഗ്രി തിരിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്താൽ നേരത്തെ ABCDE ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും? ABDE ആയിരിക്കും. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഇൻവേർഷൻ എന്ന് പറയുന്ന ഈ ക്രോമസോമൽ അബറേഷൻ പൊസിഷണൽ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്യുക, പൊസിഷണൽ എഫക്റ്റ്. എന്താണ് ഈ പൊസിഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കി, നിങ്ങൾക്കറിയാം നമ്മുടെ ക്രോമസോമിൽ കാണപ്പെടുന്ന പ്രൈമറി കൺസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. അതിൽ ക്രോമസോമിൻ്റെ 2 ആമുകൾ കൂടി ചേരുന്ന ആ പ്രൈമറി കൺസ്ട്രക്ഷൻ, ഒരു കുഴി പോലെ കാണുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഈ സെൻട്രോമിയറിൻ്റെ അടുത്ത് കാണപ്പെടുന്ന ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം എന്തായിരിക്കും? ടൈറ്റ്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പ്രഷൻ
കാണത്തില്ല. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ദോസ് ജീൻസ് വിച്ച് ആർ ലൈങ് ക്ലോസ് ടു ദ സെൻട്രോമിയർ ഈസ് ഹാവിങ് ലെസ് എക്സ്പ്രഷൻ ഓർ നോട്ട് ഹാവിങ് എനി മോർ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ സെൻട്രോമിയറിൻ്റെ അടുത്തിരിക്കുന്ന ജീനുകൾക്ക് എക്സ്പ്രഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും അവിടെ അതിനോട് ചേർന്നിരിക്കുന്ന ജീനുകൾ അടങ്ങുന്ന ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഇൻവേർഷന് വിധേയമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് മുറിഞ്ഞു മാറി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രോമിയറിന് അടുത്തിരുന്ന ആ ജീൻ അടങ്ങിയ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഇപ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അകന്ന് മാറും അല്ലേ? അകന്ന് മാറിയാലോ അതിന് എക്സ്പ്രഷൻ വരും. കണ്ടോ? അപ്പോൾ പൊസിഷൻ കൊണ്ട് എന്തോ ഉണ്ടാകുന്നു? എക്സ്പ്രഷൻ ഉണ്ടാകുന്നു. അതിന് വിളിക്കുന്ന പേരാണ് പൊസിഷണൽ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻവേർഷൻ്റെ ഫലമായിട്ട് സെൻട്രോമിയറിൻ്റെ അടുത്തിരിക്കുന്ന ജീനിലടങ്ങിയ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് അവർക്ക് എക്സ്പ്രഷൻ കുറവായിരുന്നു. അത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ബൈൻഡ് ചെയ്യുമ്പോൾ സെൻട്രോമിയറിൽ നിന്ന് അകന്നു മാറുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വരുന്നു. അതായത് ദോസ് ജീൻസ് പ്രസൻറ്റ് എവേ ഫ്രം ദി സെൻട്രോമിയർ വിത്തിൻ ദ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഈസ് ഹാവിങ് മോർ എക്സ്പ്രഷൻ ദാൻ ദോസ് ജീൻ വിത്തിൻ ദ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് നിയർ ടു ദ സെൻട്രോമിയർ എന്നാണ് കൺസെപ്റ്റ്. ഓക്കെ, അതുകൊണ്ട് പൊസിഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന ആരാ? ഇൻവേർഷൻ. ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഡിഫറൻറ്റ് ലിങ്കേജ് ഗ്രൂപ്പ് വഴിയാണ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ട്രാൻസ്ലൊക്കേഷൻ. ഒരു ക്രോമസോമൽ ഫ്രാഗ്മെൻ്റ് ഉള്ള ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് വീണ്ടും ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താലോ? ഡ്യൂപ്ലിക്കേഷൻ. അത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയാലോ? ഡിലീഷൻ. പുതിയ ഒരു ഫ്രാഗ്മെൻ്റ് ഒന്ന് ആഡ് ചെയ്താലോ? അഡീഷൻ. ഓക്കെ, ക്ലിയർ? നമ്മൾ പഠിച്ച ക്രോമസോം ഓപ്പറേഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറിജിനൽ ക്രോമസോമിലെ ഉള്ള ഫ്രാഗ്മെൻറ്റ് തന്നെ അതിൽ പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആണ് ഫസ്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കി എന്താ? നമ്മുടെ എന്താണ്? ഇൻവേർഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ക്രോമസോം ഫ്രാഗ്മെൻറ്റ് മുറിഞ്ഞു മാറി 180 ഡിഗ്രി റൊട്ടേറ്റഡ് മാനറിൽ തിരിച്ചു വന്ന് ബൈൻഡ് ചെയ്യുന്നു. അത് പൊസിഷണൽ എഫക്റ്റ് ഉണ്ടാക്കും, മറക്കരുത്. ഇനി അടുത്ത് നോക്കി എന്താണ്? ഡിലീഷൻ. ഒരു ഫ്രാഗ്മെൻറ്റ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ആ ഡിലീഷൻ അത് വേറെ ഡൗട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇനി അടുത്ത് നോക്കി, അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസ്ലൊക്കേഷൻ നോക്കി. എന്താ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെന്ന് പറയുന്നത് 2 ക്രോമസോം നോൺ ഹോമോലോഗസ് ക്രോമസോമുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ബാക്കി എല്ലാത്തിലും ഒരൊറ്റ ക്രോമസോം ആയിരുന്നു പങ്കെടുത്തത്. പക്ഷേ ഇവിടെ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള നോൺ ഹോമോലോഗസ് ക്രോമസോം പങ്കെടുക്കും. അതിൽ ഒരു ക്രോമസോമിൽ ഒരു ഫ്രാഗ്മെൻറ്റ് ഇളകി മാറി മറ്റേ ക്രോമസോമിൽ ഒന്ന് ജോയിൻ ചെയ്യും. അത് ട്രാൻസ്ലൊക്കേഷൻ വിളിക്കാം. ഇനി മ്യൂച്വലായിട്ട് 2 നോൺ ഹോമോലോഗസ് ക്രോമസോം ഫ്രാഗ്മെൻറ്റ് വെച്ച് മാറുകയാണെങ്കിൽ അതിനകത്ത് വിളിക്കാം റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കാം. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഫിലാഡൽഫിയ ക്രോമസോം. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മുടെ ഇൻവേർഷൻ, ഞാൻ പറഞ്ഞില്ലേ പൊസിഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഇൻവേർഷൻ, അത് 2 തരത്തിൽ നടക്കാം. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഇൻവേർഷൻ്റെ ഫലമായിട്ട് ഒരു ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് ഇളകി മാറും. അത് 180 ഡിഗ്രി തിരിഞ്ഞിട്ട് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി ഇളകി മാറുന്ന ആ ഫ്രാഗ്മെൻറ്റിൻ്റെ കൂടെ സെൻട്രോമിയറും കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ സെൻട്രോമിയർ ഉൾപ്പെട്ട ഇൻവേർഷനെ വിളിക്കുന്ന പേരാണ് എന്താ? പെരിസെൻട്രിക്. PERI, പെരിസെൻട്രിക്. ഇനി സെൻട്രോമിയർ ഉൾപ്പെടാത്ത ഫ്രാഗ്മെൻ്റാണ് ഇൻവേർഷൻ വിധേയമാകുന്നെങ്കിലോ എന്ത് വിളിക്കാം? നമുക്ക് പാരാസെൻട്രിക്. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തിരിഞ്ഞു പോകാതിരിക്കും എളുപ്പവഴി പറഞ്ഞുതരാം. പാര കണ്ടോ? പാര എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാരാസെൻട്രിക്. പാരയിൽ ആ വാക്കിൽ എ ആണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്. PARA. എ മീൻസ് വാട്ട്? ആബ്സെൻറ്റ്. അപ്പോൾ സെൻട്രോമിയർ ആബ്സെൻ്റ് ആയിട്ടുള്ള എന്താ? പാരാസെൻട്രിക്. സെൻട്രി മീൻസ് സെൻട്രോമിയർ എന്നാണ്. പാരയിൽ എയിലെ ഉള്ള എ മീൻസ് ആബ്സെൻ്റ് എന്നാണ്. A ഫോർ ആബ്സെൻറ്റ്. അപ്പോൾ സെൻട്രോമിയർ ആബ്സെൻ്റ് ആയിട്ടുള്ള ഇൻവേർഷൻ എന്ന് വിളിക്കാം പാരാസെൻട്രിക്. പെരിസെൻട്രിക് എന്ന് പറയുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? സെൻട്രോമിയർ ആ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ ഫ്രാഗ്മെൻറ്റിൽ ഉണ്ട് എങ്കിൽ അതിന് വിളിക്കാം നമുക്ക് പെരിസെൻട്രിക് ഇൻവേർഷൻ എന്നും വിളിക്കാം. മറക്കരുത്, പൊസിഷണൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻവേർഷനിലാണ്. ഓക്കെ, കണ്ടോ? ഇവിടെ ഇൻവേർഷൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ ക്രോമസോമിലുള്ളത് നമ്മുടെ പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ക്രോമസോമാണ് നമ്മുടെ ഒറിജിനൽ ക്രോമസോം. അവിടെ ഉള്ള ഫ്രാഗ്മെൻറ്റ് ഏതൊക്കെയാണ്? ABCDEFG ആണ്. നോക്കി, അതിൽ സിയും ഡിയും ഇയും എന്ത് ചെയ്യാണ്? നോക്കി, ഇളകി മാറിയിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ബൈൻഡ് ചെയ്യുമ്പോൾ അതെന്താവും? CDE ഏത് പാറ്റേണിൽ ബൈൻഡ് ചെയ്യും? EDC എന്ന ഓറിയൻറ്റേഷനിൽ ബൈൻഡ് ചെയ്യും. കണ്ടോ? ഇതാണ് ഇൻവേർഷൻ. കണ്ടോ? പൊസിഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഇൻവേർഷനാണ്. ഇനി ആ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ബിറ്റ്വീൻ
2 നോൺ ഹോമോലോഗസ് ക്രോമസോമാണ്. നോക്കി ഇവിടെ നമ്മുടെ 2 നോൺ ഹോമോലോഗസ് ക്രോമസോം ഏതാ? ABCDFGയും HHIK LMNOയാണ് കേട്ടോ. ക്രോമസോം ഫ്രാഗ്മെൻറ്റ് തന്നെ ഡിഫറൻറ്റ് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കാരണം അവരിലുണ്ടാകുന്ന ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റും ജീനുകളും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. എന്താ സംഭവിക്കുന്നത് നോക്കി, നമ്മുടെ താഴത്തെ ആ ക്രോമസോമിൽ നിന്ന് നമ്മുടെ LMNO എന്ന് പറയുന്ന പോർഷൻ ഇളകി മാറി മുകളിലോട്ട് പോയി. മാത്രമല്ല മുകളിലത്തെ ക്രോമസോമിൽ നിന്ന് CDFG താഴോട്ട് വന്നു കേട്ടോ. അപ്പോൾ മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷനാണ്. ഓക്കെ, നമ്മുടെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ, CML എന്ന അബ്രിവേറ്റീവ് ഫോമിൽ അറിയപ്പെടും. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫിലാഡൽഫിയ ക്രോമസോമിൻ്റെ ഫോർമേഷനാണ്. എന്താണ് ഈ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രോമസോം നമ്പർ 9ഉം അതുപോലെ തന്നെ ക്രോമസോം നമ്പർ 22ഉം അവ തമ്മിൽ മ്യൂച്വലായിട്ട് ഫ്രാഗ്മെൻറ്റ് വെച്ച് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ പുതിയ കോമ്പിനേഷൻ അടങ്ങിയിട്ടുള്ള ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, 9 and 22 ആണ്, മറക്കരുത്. കണ്ടോ, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വേറൊരു പോയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഏകദേശം ഈ ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ ഉള്ള 95% ആൾക്കാരും ഈ ഫിലാഡൽഫിയ ക്രോമസോം കാണിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ക്രോമസോമുകളുടെ ഫ്രാഗ്മെൻറ്റ് നോക്കുമ്പോൾ ക്രോമസോമിൻ്റെ സെൻട്രോമിയറിലോട്ട് കണക്ട് ചെയ്യുന്ന നീളമുള്ള ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ആംസ് എന്ന് വിളിക്കും അല്ലേ? ചില ക്രോമസോമുകൾ 2 ആമും ഒരേ ലെങ്ത് ആയിരിക്കും, ഒരുപോലെ ഇരിക്കും, ഒരു ലെങ്ത് ആയിരിക്കും. അതിനകത്ത് വിളിക്കും മെറ്റാസെൻട്രിക് ക്രോമസോം. അതായത് സെൻട്രോമിയർ ഈസ് അറ്റ് ദ മിഡിൽ പോർഷൻ സോ ആസ് ദ 2 ആംസ് ആർ സിമിലർ ഇൻ ലെങ്ത് ഓർ ഹാവിങ് സെയിം ലെങ്ത്, അതിന് മെറ്റാസെൻട്രിക് എന്നും ഒക്കെ വിളിക്കും. അങ്ങനെ നമ്മൾ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ക്രോമസോമുകൾ പലതായി തരംതിരിക്കും അല്ലേ? സെൻട്രോമിയർ പിന്നെ സെൻട്രൽ നിന്ന് ലിറ്റിൽ എവേ ആണ്, അതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ ആമും ഒരു ചെറിയ ആമും ആണെങ്കിൽ എന്ത് വിളിക്കും? സബ് മെറ്റാസെൻട്രിക് എന്ന് വിളിക്കും അല്ലേ? ഇനി സെൻട്രോമിയർ മിഡിൽ നിന്ന് നല്ല ദൂരെയാണ്, അതിൻ്റെ ഫലമായിട്ട് ഒരു വളരെ ചെറിയ 2 ഷോർട്ട് ആമും അതുപോലെ തന്നെ ഒരു വളരെ വലിയ ആമും ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് അത് വിളിക്കുന്ന പേരാണ് എന്താണ് അക്രോസെൻട്രിക് എന്ന് വിളിക്കും അല്ലേ? ഇനി സെൻട്രോമിയർ ഇരിക്കുന്നത് നമ്മുടെ ക്രോമസോമിൻ്റെ എൻഡിലാണ്, എൻഡിൽ വിളിക്കുന്നത് ടീലോമിയർ എന്നാണ്. ആ പോർഷനിലാണെങ്കിൽ ഒരൊറ്റ വലിയ ലോങ് ആം മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതിന് വിളിക്കുന്ന പേരാണ് ടീലോസെൻട്രിക്. അത് നിങ്ങൾക്കറിയാം. അപ്പം ക്രോമസോമിൻ്റെ ആമുകൾ പരസ്പരം എന്ത് ചെയ്യാം? അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യാം? കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്രോമസോമിൻ്റെ നീളം കൂടിയ ആ ആമിനെ വിളിക്കുന്ന പേര്, ലോങ് ആമിനെ വിളിക്കുന്ന പേരാണ് ക്യൂ ആം. സ്മോൾ ലെറ്റർ ക്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ആമിനെ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ P ആം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മറക്കരുത്, ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ലോങ് ആം ഓഫ് ആൻ ക്രോമസോം represented by Q. Short arm is represented by P. ഓക്കെ, അതും തിരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് പഠിക്കാനുള്ള എളുപ്പവഴിയുണ്ട്. ലോങ് എന്ന് എഴുതുമ്പോൾ LONG ആണ് കേട്ടോ. G എഴുതും പോലെയല്ലേ Q എഴുതുന്നത് ഏകദേശം, അതുകൊണ്ട് ലോങ് ആം എന്ന് പറയുമ്പോൾ Q ആണ്. അപ്പോൾ ഷോർട്ട് എന്താ? മറ്റേ Q ആണെങ്കിൽ എന്താ? P. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, G എഴുതും പോലെ തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? Q എഴുതുന്നത്. Gയിലോട്ട് നമ്മൾ അതിന് വളച്ച് താഴോട്ട് കൊടുക്കും, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുക്കുമെങ്കിൽ Qന് എന്താണ് ഒരു വളവ് എങ്ങോട്ട് കൊടുക്കും? നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ശരി. നോക്കി, ഇനി ഡയഗ്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഫിലാഡൽഫിയ ക്രോമസോം ഉണ്ടാകുന്നത് 9ാമത്തെ ക്രോമസോമും 22ാമത്തെ ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമ്പോഴാണ് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ 9 എന്ന് ഉദ്ദേശിക്കുന്ന 9ാമത്തെ ക്രോമസോമാണ്, 22 എന്ന് അവിടെ എഴുതിയിരിക്കും 22ാമത്തെ ക്രോമസോം. അപ്പുറത്ത് നോക്കി Q34 Q11 എന്താ? 9ാമത്തെ ക്രോമസോമിൻ്റെ ഷോർട്ട് ആമിലെ 34ാമത്തെ ഫ്രാഗ്മെൻറ്റും 22ാമത്തെ ക്രോമസോമിലെ ഷോർട്ട് ആമിൽ 11ാമത്തെ ഫ്രാഗ്മെൻറ്റുമാണ് പരസ്പരം വെച്ച് മാറുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? ഓക്കെ. ഓക്കെ, എങ്ങനെയാണ് ഫിലാഡൽഫിയ ക്രോമസോം ട്രാൻസ്ലൊക്കേഷൻ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഫിലാഡൽഫിയ ക്രോമസോം എങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ റൈറ്റ് സൈഡിലെ ഡയഗ്രം നോക്കി, അതിൽ കണ്ടോ പിന്നെ നമ്മൾ 9ാമത്തെയും 22ാമത്തെ ക്രോമസോമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കളർ ഇല്ലാത്തതാണ് 9ാമത്തെ ക്രോമസോം, പിങ്ക് കളർ ഉള്ളതാണ് 22ാമത്തെ ക്രോമസോം. ആ 9ാമത്തെ ക്രോമസോമിൽ നമുക്കൊരു എന്ത് കാണാൻ പറ്റും? ഒരു ABL ജീൻ കാണാൻ പറ്റും. എന്നാൽ 22ാമത്തെ ക്രോമസോമിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? BCR ജീൻ കാണാൻ പറ്റും. അവിടെ ഇരുന്ന ആ ABL ജീന് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ 22ാമത്തെ ക്രോമസോമിലെ BCR ജീൻ്റെ അടുത്തോട്ട് പോകുന്നു. കാരണം ആ ഫ്രാഗ്മെൻറ്റല്ലേ ഇളകി മാറുന്നത്.
പകരം അവിടെ നിന്നുള്ള അതായത് 22ാമത്തെ ക്രോമസോമിൽ ആ പിങ്ക് കളർ ഇരിക്കുന്ന ആ ഫ്രാഗ്മെൻറ്റ് എങ്ങോട്ടേക്ക് വരുന്നു, നമ്മുടെ 9ാമത്തേലേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ 22ാമത്തെ ക്രോമസോമിൽ BCR ജീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 9ാമത്തെ ക്രോമസോമിൽ നിന്ന് ആ താഴത്തെ ഭാഗം ഇളകി മാറി അങ്ങോട്ട് പോയപ്പോൾ BCR ജീനും ABL ജീനും അടുത്തടുത്ത് വന്നു കേട്ടോ. അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ജീൻ പ്രോഡക്റ്റിൻ്റെ കോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് ആ ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് 2 ലിങ്കേജ് ഗ്രൂപ്പുകൾ തമ്മിലല്ലേ? കാരണം എന്താ, 2 ഡിഫറൻ്റായി ഒരുപോലെ ഇരിക്കുന്ന ക്രോമസോമാണോ? അല്ല, രണ്ടും കാണുമ്പോൾ തന്നെ വ്യത്യാസമുള്ള ക്രോമസോം തന്നെയാണ്. അപ്പോൾ നോൺ ഹോമോലോഗസ് ക്രോമസോം തന്നെയാണ്. അടുത്തടുത്തിരിക്കുന്ന ക്രോമസോമാണല്ല 9ാമത്തെ 22ാമത്തെ ക്രോമസോമുകൾ തമ്മിൽ. ഇപ്പോൾ 2 ലിങ്കേജ് ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോമസോമൽ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ വെച്ച് കൈമാറുകയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ലൊക്കേഷനെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഇൻവേർഷനിൽ സെൻട്രോമിയർ ഉണ്ട് എങ്കിൽ, അതായത് ഇൻവേർഷൻ നടക്കുന്ന ക്രോമസോം ഫ്രാഗ്മെൻറ്റിൽ സെൻട്രോമിയർ ഉണ്ട് എങ്കിൽ അതിന് പെരിസെൻട്രിക് ഇൻവേർഷൻ എന്നും, സെൻട്രോമിയർ ആബ്സെൻ്റ് ആണെങ്കിൽ A4 ആബ്സെൻറ്റ് പാരാസെൻട്രിക് ഇൻവേർഷൻ എന്നും പറഞ്ഞു. അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ക്രോമസോം ഇൻവേർഷൻ എന്താ ചെയ്യുന്ന, അൺബാലൻസ്ഡ് ആയിട്ടുള്ള മിയോട്ടിക് പ്രോഡക്ട്സിനെയാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല എന്തോ ചെയ്യും, എക്സ്പ്രസ് ചെയ്യാൻ താരതമ്യേന ബുദ്ധിമുട്ടുള്ള ജീനുകളെ എക്സ്പ്രസ് ചെയ്യിക്കുന്നതിലും ഒരു പങ്കുണ്ട് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്ത് വിളിക്കാം, ഇതിന് പൊസിഷണൽ എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ വഴി ഹ്യൂമണിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ക്രോണിക് മൈലോജനസ് ലുക്കീമിയ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ വഴി ഉണ്ടാകുന്ന വേറൊരു സിൻഡ്രോമാണ് അലഗെയിൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ക്രോമസോം ട്രാൻസ്ലൊക്കേഷനിൽ പങ്കെടുക്കുന്ന ക്രോമസോം, അതായത് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷനിൽ പങ്കെടുക്കുന്ന ക്രോമസോം 2 and 20 ആണ്. ഓക്കെ, ഈ അലഗെയിൽ സിൻഡ്രോം ഈസ് എ സിൻഡ്രോം വിച്ച് ഈസ് ഹാവിങ് എ ട്രമൻഡസ് അഡ്വേഴ്സ് എഫക്റ്റ് ഇൻ ഹാർട്ട്, ലിവർ, കിഡ്നീസ് ഫങ്ഷൻ. ഓക്കെ, മറക്കരുത്. അപ്പം റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഡിസീൻ എക്സാമ്പിളാണ് ഒന്ന് ഫിലാഡൽഫിയ ക്രോമസോം വഴി ഉണ്ടാകുന്ന ഡിസോർഡറായ നമ്മുടെ ക്രോണിക് മൈലോജനസ് ലുക്കീമിയ. രണ്ടാമത്തത് ഏതാണ്, അലഗെയിൽ സിൻഡ്രോം. ക്രോണിക് മൈലോജനസ് ലുക്കീമിയയിൽ 9, 22 ആണെങ്കിൽ അലഗെയിൽ സിൻഡ്രോമിൽ 2, 20 മറക്കാതിരിക്കുക. നമ്മുടെ ക്രോമസോം 15 അതിൽ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും വളരെ ഡിലീറ്റീരിയസ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്നാണ് റിസർച്ച് സ്റ്റഡികൾ പറയുന്നത്. ഓക്കെ, പക്ഷേ ലാർജ് ഡ്യൂപ്ലിക്കേഷൻ വിത്ത് ഇൻവേർഷൻ, ഡ്യൂപ്ലിക്കേഷൻ അതിൻ്റെ കൂടെ തന്നെ ഇൻവേർഷനും കൂടെ നടക്കുകയാണെങ്കിൽ അത് മെൻ്റൽ റിട്ടാർഡേഷന് കാരണമാകും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ 15th ക്രോമസോമിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ്റെ കൂടെ ഇൻവേർഷനും കൂടെ അക്കമ്പനി ചെയ്യുകയാണ് എങ്കിൽ ഇറ്റ് വിൽ കോസ് വാട്ട്, മെൻ്റൽ റിട്ടാർഡേഷൻ. കാരണം ഇൻവേർഷൻ എന്തുണ്ട്, പൊസിഷണൽ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ 5ാമത്തെ ക്രോമസോമിൽ ഒരു പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് ഡിലീറ്റ് ആയി പോകുന്നു എന്ന് വിചാരിക്കേ, നമ്മുടെ 5ാമത്തെ ക്രോമസോമിൽ. അപ്പോഴുണ്ടാകുന്ന ഡിസീസാണ് അല്ലെങ്കിൽ സിൻഡ്രോമാണ് ക്രൈഡ്യൂചാറ്റ് സിൻഡ്രോം. കുഞ്ഞു കുട്ടികളിൽ അവർ ഇത് സാധനം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അവർ പൂച്ച കരയുന്നത് പോലെ കരയും. അതുകൊണ്ടാണ് ക്രൈ ലൈക്ക് ക്യാറ്റ് എന്നാണ് ക്രൈഡ്യൂചാറ്റിൻ്റെ ലിറ്ററലി മീനിങ്. ഓക്കെ, മറക്കരുത്, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടായിരുന്നതാണ്. വെറുതെ ഈ പൂച്ചയെപ്പോലെ കരയുമെന്ന് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, ഡിലീറ്റീരിയസ് ആയിട്ടുള്ള എഫക്റ്റാണ് അവർക്കുള്ള. സ്യൂഡോ ഡോമിനൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ക്രോസിങ് ഓവർ എന്ന് പറയുന്ന എഫക്റ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്താണ് സ്യൂഡോ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസസീവ് ട്രെയ്റ്റ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് റെസീവ് ആയിട്ട് തന്നെ ഇരിക്കണം അല്ലേ. അത് പക്ഷേ ഡോമിനൻറ്റ് ട്രെയ്റ്റിനെ മിമിക് ചെയ്യുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഡോമിനൻറ്റ്. പിന്നെ റെസീവ് ട്രെയ്റ്റ് ഇൻഹെറിറ്റഡ് മിമിക് എ ഡോമിനൻറ്റ് ട്രെയ്റ്റ്, ദാറ്റ് ഫിനോമിന ഈസ് സെഡ് ടു ബി സ്യൂഡോ ഡോമിനൻസ്. അപ്പോൾ ഈ സ്യൂഡോ ഡോമിനൻസും ക്രൈഡ്യൂചാറ്റ് സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ നമ്മൾ ക്രോമസോമൽ അബറേഷൻ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ മ്യൂട്ടേഷനാണ് പഠിക്കേണ്ടത്. നമ്പറിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. അതിൽ യൂപ്ലോയിഡിയാണ്. യൂപ്ലോയിഡി സാധാരണഗതിയിൽ നമ്മുടെ എക്സാമിന് ചോദിച്ച് കാണാറില്ല. കാരണം ഒരു ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ട ആ സെല്ല് ഹാപ്ലോയിഡായിട്ട് മാറുക, അങ്ങനെയാണെങ്കിൽ മോണോപ്ലോയിഡി. ഇനി ഒരു ഹാപ്ലോയിഡായിട്ടിരിക്കേണ്ട സെൽ ഡിപ്ലോയിഡായിട്ട് മാറുക, അതായത് ഡിപ്ലോയിഡി. ഓക്കെ, അതായത് അതിൻ്റെ ഒറിജിനൽ പ്ലോയിഡി മാറി വേറൊരു പ്ലോയിഡി വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അതെങ്ങനെയായിരിക്കണം, ജീനോമിക് ലെവലിലായിരിക്കണം, അതിനാണ് യൂപ്ലോയിഡി. ഓക്കെ, ഇപ്പോൾ ഡിപ്ലോയിഡ് ആയിരിക്കേണ്ട ഒരു സെൽ അല്ലെങ്കിൽ ഓർഗാനിസം ഹാപ്ലോയിഡായിട്ട് മാറുക, ഇനി ഹാപ്ലോയിഡായിട്ടിരിക്കേണ്ട ഡിപ്ലോയിഡായിട്ട് മാറുക, ഡിപ്ലോയിഡായിട്ടിരിക്കേണ്ട ട്രിപ്ലോയിഡായിട്ട് മാറുക, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡായിട്ടിരിക്കേണ്ടത് പോളിപ്ലോയിഡായിട്ട് മാറുക. കണ്ടോ, ഇതൊക്കെ എന്താ യൂപ്ലോയിഡിലാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അതിൽ നമുക്ക് പറയാനില്ല. യൂപ്ലോയിഡ് ട്രൂ പ്ലോയിഡി എന്നാണ് വിളിക്കുന്നത്. ട്രൂ പ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്ലോയിഡിയാണ്, അവിടെ അബ്നോർമാലിറ്റി ഇല്ല എന്നല്ല.
ഓക്കെ, സാധാരണഗതിയിൽ കണ്ടുവരുന്ന പ്ലോയിഡി ആ സെല്ല് കാണുന്നു, പക്ഷേ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്ലോയിഡിയിൽ നിന്ന് ജീനോമിക് ലെവലിൽ നിന്ന് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അതൊരു അബ്നോർമാലിറ്റി ആവുന്നത്. ഓക്കെ, ശരി. അപ്പം ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ന്യൂമറിക്കൽ മ്യൂട്ടേഷനിലെ അന്യൂപ്ലോയിഡിയെ കുറിച്ചാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് ജനറ്റിക് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള അന്യൂപ്ലോയിഡിയുമായി ബന്ധപ്പെട്ട ജനറ്റിക് ഡിസോർഡർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്യൂപ്ലോയിഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ മ്യൂട്ടേഷൻ കംസ് അണ്ടർ ക്രോമസോമൽ മ്യൂട്ടേഷൻ ഇൻ വിച്ച് ദ മ്യൂട്ടേഷൻ ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ, നോട്ട് അറ്റ് ജീനോമിക് ലെവൽ. ആ സെല്ലിലെ ക്രോമസോമുകളിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ആ ചേഞ്ച് ഉണ്ടാകുന്നത്. അല്ലാതെ അത് എൻ്റെയർ ജീനോമിനെയും ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അന്യൂപ്ലോയിഡി. മോണോസോമി എന്ന് പറയുമ്പോൾ 2n-1 ആണ്. അതായത് ഞാൻ പറഞ്ഞു 8 ക്രോമസോം ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ട ക്രോമസോം, രണ്ടിൻ്റെ കൂട്ടമായിരിക്കേണ്ട ക്രോമസോമിൽ ഒന്ന് നഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും? 2n-1 ആണ്. അപ്പം ഒറ്റയ്ക്ക് ആ ഏരിയയിൽ മാത്രം ഒരു ക്രോമസോം ഇരിക്കും. അത് ഇൻഡിവിജ്വൽ ലെവലാണ്. അതിന് മോണോസോമി എന്ന് വിളിക്കാം. ഇനി അവിടെയുള്ള 2 ക്രോമസോം നഷ്ടപ്പെട്ടാലോ? നള്ളിസോമി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2n-2 ആണ് നള്ളിസോമി. ഇനി ട്രൈസോമി ആണെങ്കിലോ എന്ത് വിളിക്കാം? നോക്കി, ട്രൈസോമി എന്ന് പറയുമ്പം ആ 2 കൂട്ടമായിരിക്കേണ്ട ആ ക്രോമസോമിൻ്റെ കൂടെ ഒരു ക്രോമസോമും കൂടെ ഒന്ന് ചേരുകയാണെങ്കിൽ എന്ത് വിളിക്കാം? നമുക്ക് അതിനെ ട്രൈസോമി എന്ന് വിളിക്കാം. 2n+1 ആണ്. ഇനി അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ട ക്രോമസോം, 2ൻ്റെ കൂട്ടമായിട്ടിരിക്കേണ്ട ക്രോമസോമിൻ്റെ കൂടെ വീണ്ടും 2 ക്രോമസോമുകൾ അഡീഷണൽ ആയിട്ട് ഒന്ന് ചേരുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം, ഇൻഡിവിജ്വൽ ലെവലിൽ മാത്രം എന്താണ് നമുക്ക് 2ൻ്റെ കൂട്ടമായിട്ട് കാണേണ്ട ക്രോമസോമിന് പകരം 4 ക്രോമസോമുകളുടെ ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിന് വിളിക്കപ്പെട്ട ടെട്രാസോമി. 2n+2 ആണ്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കണം, വളരെ അത്യാവശ്യമാണ്. ഇനി ഇങ്ങനെ അന്യൂപ്ലോയിഡി സംഭവിക്കാനുള്ള ആക്ച്വൽ റീസൺ എന്താണ്? വാട്ട് ഈസ് ദ ആക്ച്വൽ റീസൺ ഫോർ അന്യൂപ്ലോയിഡി? നോക്കിയാൽ അന്യൂപ്ലോയിഡി അറൈസസ് ഡ്യൂ ടു നോൺ ഡിസ്റ്റിങ്ഷൻ. എന്തായി നോൺ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെയിലിയർ ഓഫ് സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിങ് മിയോസിസ് ക്യാൻ ബി കോൾഡ് ആസ് നോൺ ഡിസ്റ്റിങ്ഷൻ. നിങ്ങൾക്കറിയാമല്ലോ, മിയോസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഹോമോലോഗസ് ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്ത് ആ ഡിവൈഡ് ചെയ്യുന്ന ആ ഓപ്പോസിറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളിലോട്ട് പോകണം, അല്ലേ? എന്നാലല്ലേ നമുക്ക് മിയോസിൻ്റെ ഫലമായിട്ട് ക്രോമസോമുകൾ പകുതിയായിട്ട് കുറഞ്ഞ് ഒരു പാരൻ്റൽ സെല്ലിൽ നിന്ന് 4 ഡോട്ടർ സെല്ലുണ്ടാകുമ്പോൾ പകുതിയായിട്ട് ക്രോമസോമുകൾ കുറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അത് സംഭവിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 2n=4 എന്ന് വിചാരിച്ചേ, പാരൻ്റൽ സെല്ല്. ആ പാരൻ്റൽ സെല്ല് മിയോസിന് വിധേയമായാലോ ആ പാരൻ്റൽ സെല്ലിൽ നിന്ന് 4 സെല്ലുണ്ടാവും. ആ 4 സെല്ലും എന്തായിരിക്കും? 2n എന്ന് പറയുന്നത് കുറഞ്ഞ് n ആവും. 4 എന്ന് പറയുന്നത് പകുതിയായിട്ട് 2 ആവും. ഓരോ സെല്ലിലും ആ 4 സെല്ലിലും, അത് ഓരോ സെല്ലിലും n=2 എന്ന് പറഞ്ഞ് വരണം. അപ്പം അത് എന്ത് ചെയ്യണം? മിയോസിൻ്റെ ഫലമായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണം? ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യണം, ഹോമോലോഗസ് ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാതിരുന്നാൽ എന്താ? ഒരു സെല്ലിന് കൂടുതൽ ക്രോമസോം കിട്ടും, വേറൊരു സെല്ലിന് കുറച്ച് ക്രോമസോം കിട്ടും. ശരിയല്ലേ? അപ്പം അന്യൂപ്ലോയിഡ് ആക്ച്വൽ റീസൺ എന്ന് പറഞ്ഞാൽ നോൺ ഡിസ്റ്റിങ്ഷൻ ആണ്, മറക്കരുത്. കണ്ടത് ഇവിടെ ആയിരത്തി കാണിച്ചു. നോർമൽ മിയോസിൽ ഓക്കെ നോക്കിയാൽ നോർമലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ് ക്രോമസോം. പക്ഷേ ആ നോൺ ഡിസ്റ്റിങ്ഷൻ മിയോസ് 1 മിയോസ് 2 നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ ഒന്നിലെ ക്രോമസോം ഇതിൻ്റെ കൂട്ടം കൂടുതലാണ്, ഒന്നിൽ കുറവാണ്. കണ്ടോ? ഇതാണ് അന്യൂപ്ലോയിഡിക്ക് കാരണം, നോൺ ഡിസ്റ്റിങ്ഷനാണ്. നോക്കി, ഇനി നമുക്ക് അന്യൂപ്ലോയിഡിയുടെ ഫലമായിട്ടുണ്ടാകുന്ന കുറച്ച് ജനറ്റിക് ഡിസോർഡർ നോക്കിയാലോ. ആദ്യം നമുക്ക് ടർണേഴ്സ് സിൻഡ്രോമാണ്. ഈ ടർണേഴ്സ് സിൻഡ്രോം ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഫീമെയിലാണ്. മെയിലിൽ ഈ ഡിസീസ് വരാറില്ല. ഓക്കെ, നമുക്കറിയാം നമുക്കുള്ള ആകെ 46 ക്രോമസോം ആണല്ലോ. എന്നാൽ ഈ ടർണേഴ്സ് സിൻഡ്രോം ഉള്ള ലേഡീസിൽ എന്താ സംഭവിക്കുന്നത്? XX ആണല്ലോ അവരുടെ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന. XX പകരം X0 ആയിരിക്കും. അതായത് ഒരു X ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണഗതി 46 ക്രോമസോം കാണേണ്ട ആൾക്കാരിൽ എത്ര കാണത്തുള്ളൂ? 45 കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ? ആ XX ഡിപ്ലോയിഡ് ആയിട്ടിരിക്കേണ്ടതല്ലേ? ഇപ്പോൾ 2n കണ്ടീഷനിൽ ഇരിക്കേണ്ടതല്ലേ? അതൊന്ന് ഒരു ക്രോമസോം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടില്ല ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ 2n-1 ആണല്ലോ. അപ്പോൾ ഏതായിരിക്കും അവിടുത്തെ അന്യൂപ്ലോയിഡ് കണ്ടീഷൻ? 2n-1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെന്ന് പറയുന്നത് മോണോസോമി ആയിരിക്കും, കേട്ടോ. അപ്പം ഇവരെന്താണ്? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. കാരണം ഇവർ സാധാരണ ഫീമെയിലിനെ പോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കാണിക്കത്തില്ല. ഇവർക്ക് റുഡിമെൻ്ററി ആയിട്ടുള്ള ഓവറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിരിക്കും. മറക്കരുത്, ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അവരിൽ 44AA+X0 എന്നാണ്. കാരണം എന്താ?
സാധാരണ ആൾക്കാരിൽ കാണപ്പെടുന്ന പോലെ 44 ഓട്ടോസോമും ഉണ്ട്. പക്ഷേ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീമെയിൽ കൺട്രോൾ ചെയ്യുന്ന XX ക്രോമസോമിന് പകരം ആ കണ്ടീഷന് പകരം X0 ആണ് വരുന്നത്. ആ ഒരു X നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നോക്കി വളരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ വളരെ ദുരുപയോഗമായ ഫലം ഉളവാക്കുന്നൊരവസ്ഥയാണ്. XO കണ്ടീഷൻ വരുമ്പോൾ അവർ റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിട്ട് മാറും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നില്ല. റീപ്രൊഡക്റ്റീവ് സ്റ്റെറൈലായിട്ട് മാറുന്ന ഒരു റീസൺ അവർക്ക് ഓവറി വെൽ ഡെവലപ്പായിട്ട് മാറില്ല, റുഡിമെൻ്ററി ഓവറി ആയിരിക്കും. ഓക്കെ, അനീപ്ലോയുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന അടുത്ത ഒരു ജനറ്റിക് ഡിസോർഡറാണ് ട്രിപ്ലക്സ് സിൻഡ്രോം. ഈ ട്രിപ്ലക്സ് സിൻഡ്രോം കാണിക്കുന്നത് ഫീമെയിലാണ്. അവർ സൂപ്പർ ഫീമെയിൽ എന്നാണ് വിളിക്കുന്നത്. കാരണം 2 X കാണുന്നതിന് പകരം ഇവർക്കൊരു അഡീഷണൽ എക്സും കൂടെ ഉണ്ടാവും. അതായത് ടോട്ടലായിട്ട് 3 X കാണും, ക്രോമസോം കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ 46 ക്രോമസോമിന് പകരം 47 ക്രോമസോം ഈ സ്ത്രീകൾ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സ് ക്രോമസോം അഡീഷണലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. മേജറായിട്ടുള്ള സിംറ്റംസുകളൊന്നും ഇവർ കാണിക്കാറില്ല. ഇവർ റീപ്രൊഡക്റ്റീവ്ലി ഫെർട്ടൈൽ തന്നെ ആയിരിക്കും, ഫെർട്ടൈലായിട്ടുള്ള ഫീമെയിൽ തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും സിംറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ചില ആൾക്കാരിൽ കാണപ്പെടാറുണ്ട്. സ്പീച്ചിങ് എബിലിറ്റി അത് ഡിലേ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സും കുറഞ്ഞു കാണാറുണ്ട്. ഓക്കെ, എനിവേ അങ്ങനെ നമുക്ക് പറയത്തക്ക ഡാമേജിങ് ആയിട്ടുള്ള ഡിലീറ്റീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമാണ്. ഇത് കാണിക്കുന്നത് മെയിലാണ്. ഇവർക്ക് XY ആണ് സാധാരണഗതിയിൽ മെയിലിനുള്ളത്. പക്ഷേ ഇവർക്ക് ഒരു എക്സും കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് XXY ആയിരിക്കും. ഓക്കെ, മാത്രമല്ല അതുകൊണ്ട് തന്നെ 46 ക്രോമസോമിന് പകരം 47 ക്രോമസോം ഇവർക്ക് കാണാൻ സാധിക്കും. ഇവർ റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിട്ടുള്ള മെയിൽസ് ആയിരിക്കും. പിന്നെ ഇവർക്ക് ഓവറോൾ മസ്കുലർ ഡെവലപ്മെൻറ്റൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഗൈനക്കോമാസ്റ്റിയ, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കാണിക്കാൻ പറ്റും. മറക്കരുത്, ഇവർ ഇമ്പോർട്ടൻ്റ് അഥവാ റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ XYY സിൻഡ്രോം. ഓക്കെ, ഈ XYY സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ക്രോമസോം കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇവർ എന്ന് പറയുന്നത് മെയിലാണ്. പക്ഷേ ഒരു Y കൂടുതലായതുകൊണ്ട് അവർ സ്റ്റെറൈലല്ല, അവർ ഫെർട്ടൈലായിട്ടുള്ള മെയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ള അനീപ്ലോയിഡുമായി ബന്ധപ്പെട്ട ജനറ്റിക് ഡിസോർഡർ. നോക്കിയത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കി. ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു എക്സ് ക്രോമസോം ഇല്ലാത്ത അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഫീമെയിലുകളല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവരുടെ റെപ്രസെൻറ്റേഷൻ 44 ഓട്ടോസോം കാണും, ഒരു എക്സ് ക്രോമസോം 44AA+X. ട്രിപ്ലക്സ് സിൻഡ്രോമിനോ 44AA+XXX ആയിരിക്കും. ഓക്കെ, തന്നെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന് അത് കാണിക്കുന്ന ആൾക്കാർക്ക് 44 ഓട്ടോസോമും കാണും. പക്ഷേ സെക്സ് ക്രോമസോം 3 ആണ്, XXY ആണ്. അപ്പോൾ 44AA+XXY എന്നാണ്. അതുപോലെ തന്നെ XYY സിൻഡ്രോം കാണിക്കുന്ന ആൾക്കാർക്കും 44AA+XYY ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, നമ്മൾ പറഞ്ഞ ടർണർ സിൻഡ്രോം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മോണോസോമി കൊണ്ടാണ്. 2N ഇരിക്കേണ്ട കണ്ടീഷൻ ഇരിക്കേണ്ട ക്രോമസോമിൽ ഒരു ക്രോമസോം കുറയുന്നു, 2N-1. അപ്പോൾ അത് മോണോസോമി. ട്രിപ്ലക്സോ 2N ഇരിക്കേണ്ടത് 2N+1 ആയിട്ട് മാറുന്നു, ഒരു എക്സ് ക്രോമസോം കൂടുന്നു അല്ലേ. അപ്പോൾ അത് ട്രൈസോമിയാണ്. ആകെ 3 ക്രോമസോം കാണാൻ പറ്റും രണ്ടെണ്ണത്തിന് പകരം, രണ്ടെണ്ണം കാണേണ്ട സ്ഥാനത്ത് അല്ലേ. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം അത് തന്നെയാണ്, ട്രൈസോമിയാണ്. അതുപോലെ XYY സിൻഡ്രോം അനീപ്ലോയിഡിയുടെ ഏത് സാഹചര്യമാണ് അവിടെ വരുന്നത്, അതും ട്രൈസോമി തന്നെയാണ്. ഇതുപോലെ ഹ്യൂമൻ ബീയിങ്ങിനിടയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ അനീപ്ലോയിഡ് വഴി ഉണ്ടാകുന്നതാണ്, നിങ്ങൾക്കറിയാം, ഡൗൺ സിൻഡ്രോം അല്ലേ. മംഗോളിയൻ ഡിസീസിൽ മംഗോളിയൻ സിൻഡ്രോം ലാങ്ഡൺ ഡൗൺ ആണിത് കണ്ടെത്തിയത് അല്ലേ. അതെന്ന് പറയുന്നത് ഓട്ടോസോമിലെ ട്രൈസോമിയാണ്. 21st ട്രൈസോമി മൂലമാണ് ആ ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഡൗൺ സിൻഡ്രോമുള്ള ആൾക്കാർ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. കൺജനീറ്റൽ ഹാർട്ട് കാണാൻ പറ്റും, ഉള്ള ഡിസീസുകൾ കാണാൻ പറ്റും. ഷോർട്ട് സ്റ്റാച്ചർ ഒക്കെ കുറവായിരിക്കും, വെബ്ഡ് നെക്കായിരിക്കും, റിങ്കിൾസ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് ഐ ആയിരിക്കും, ബ്രോഡ് പാമായിരിക്കും, പാമിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻസ് ക്രീസിൻ്റെ നമ്പർ കൂടുതലായിരിക്കും, പ്രൊട്രൂഡഡ് ആൻഡ് ഫറോഡ് ടങ് ആയിരിക്കും, ഊന്തി നിൽക്കുന്ന നടുക്ക് ഒരു വിടവ് പോലെ വര പോലെ കാണുന്ന ടങ്സൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള അവരും എന്തായാലും റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിരിക്കും. ആ ഡിസീസ് മെയിലിനും ഫീമെയിലിനും വരാം. ഓക്കെ, അപ്പോൾ ഡൗൺ സിൻഡ്രോം മെയിലിനും ഫീമെയിലിനും വരാം. അത് 21st ട്രൈസോമിയാണ് കണ്ടീഷൻ. അതുപോലെ തന്നെ ആ സെക്ഷൽ ക്രോമസോമിലുള്ള വ്യത്യാസം കൊണ്ടല്ല, നമ്പറിൻ്റെ ഏറ്റക്കുറിച്ചിൽ കൊണ്ടല്ല, 21ാമത്തെ ക്രോമസോമിന് 2N കണ്ടീഷൻ ഇരിക്കേണ്ട ആ പെയർ എന്തായിട്ടിരിക്കുന്നു, 3 ക്രോമസോമിൻ്റെ കൂട്ടമായിട്ടിരിക്കുന്നു. 21st ട്രൈസോമി എന്നാണ്, 2N+1 ആണ്.
പിന്നെ അതുപോലെ തന്നെ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുമ്പോഴോ അവർ മെയിലാണ്, മെയിൽ മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ. ഒരു XY ആയിട്ടിരിക്കേണ്ട മെയിൽ XXY ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെയും 47 ക്രോമസോം കാണാൻ പറ്റും. അതും എന്ത് തന്നെയാണ്? ട്രൈസോമി തന്നെയാണ്, അതായത് 2n+1 തന്നെയാണ്. ഇനി ടർണർ സിൻഡ്രോമിലാണെങ്കിലോ, ടർണർ സിൻഡ്രോമിൽ എന്താണ് കാണിക്കുന്നത്? പ്രധാനമായിട്ടും കാണിക്കുന്നത് ഫീമെയിൽ തന്നെയാണ്. അവർ റിപ്രൊഡക്റ്റീവ് സ്റ്റെറൈലായിരിക്കും. അവിടെ എന്താണ് പക്ഷേ ട്രൈസോമി അല്ല, മോണോസോമിയാണ് അല്ലേ. 2n ആയിട്ടിരിക്കേണ്ടത് 2n-1 ആയിട്ട് ഇരിക്കുന്നു. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കിയാലോ. ഓക്കെ, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം അക്രോസെൻട്രിക് ക്രോമസോം നേരത്തെ പറഞ്ഞു. അക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൻട്രോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആ ക്രോമസോമിൽ ഒരു ലോങ് ആമും ഒരു ചെറിയ വെരി ഷോർട്ട് ആമും ഉണ്ടാവും. ശരിയാണല്ലോ. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്രോസെൻട്രിക് 2 ക്രോമസോമുകളുണ്ടെന്ന് വിചാരിക്കുക. ആ 2 അക്രോസെൻട്രിക് ക്രോമസോമിൻ്റെ ലോങ് ആമുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഷോർട്ട് ആം നഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള ട്രാൻസ്ലൊക്കേഷനെയാണ് റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്രോമസോമുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോമാണ് മെറ്റാഫേസിൽ. നമുക്കറിയാം ഡ്യൂറിങ് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ദി എമൗണ്ട് ഓഫ് DNA get doubled but the chromosome number remain as such and the chromosome number will be proportional to the number of centromere. കണ്ടോ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര സെൻട്രോമിയർ ഉണ്ട്? ആ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്ന പ്രൈമറി കൺസ്ട്രക്ഷൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ക്രോമസോം നമ്പർ 1 ആണ്. റൈറ്റ് സൈഡിൽ 2 ക്രോമസോം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ തെറ്റാണ്. കാരണം സെൻട്രോമിയർ ഒന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണ്? ക്രോമസോം നമ്പറും എന്താണ്? 1 തന്നെയാണ്. ഓക്കെ, പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ള ക്രോമസോമിൻ്റെ DNA എമൗണ്ടിൻ്റെ ഡബിളാണ് റൈറ്റ് സൈഡിലുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് 2 ക്രോമാറ്റിഡ്സ് അവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മളൊരു സബ്മെറ്റാസെൻട്രിക് ക്രോമസോമാണ് കാണിച്ചിരിക്കുന്നത്. സെൻട്രോമിയർ ലിറ്റിൽ അവേ ഫ്രം ദ മിഡിലാണ്. അതിൻ്റെ ഷോർട്ട് ആമിന് നമ്മൾ P എന്നും ലോങ് ആമിന് Q കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് മറക്കാതിരിക്കുക. ഓക്കെ, എൻഡുകളെ നമുക്ക് എന്ത് വിളിക്കാം? ടീലോമേഴ്സ് എന്ന് വിളിക്കാം. ഇനി ക്രോമസോമിൽ കാണപ്പെടുന്ന പ്രൈമറി കൺസ്ട്രക്ഷനെയാണല്ലോ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. സെൻട്രോമിയറുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഡിസ്ക് ഷേപ്പ്ഡ് പ്രോട്ടീനുണ്ട്. അവിടെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ആ ഡിസ്ക് ഷേപ്പ്ഡ് പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. നിങ്ങൾക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ച അന്യൂപ്ലോയിഡിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ജെനറ്റിക് ഡിസോർഡറിൽ ഭൂരിഭാഗവും സെക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ട അന്യൂപ്ലോയിഡീസ് ആയിരുന്നു കേട്ടോ. എന്നാൽ ഓട്ടോസോമൽ അന്യൂപ്ലോയിഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ജെനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ സിൻഡ്രോമിന് എക്സാമ്പിളാണ് ഡൗൺ സിൻഡ്രോം. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഡ്യൂ ടു 21st ട്രൈസോമി അല്ലേ. ഡിസ്മോർഫിക് ഫേഷ്യൽ അപ്പിയറൻസ് ആയിരിക്കും. ഫ്ലാറ്റൻഡ് ഫേഷ്യൽ പ്രൊഫൈൽ, ബ്രോഡ് ആൻഡ് ഫോർഹെഡ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഫ്ലാറ്റൻഡ് നേസൽ ബ്രിഡ്ജ്, പ്രൊട്രൂഡ് ടങ്ക്, അതുപോലെ വെബ്ഡ് നെക്ക്, കാറ്റോസിക് ക്രീസോൺ, പാം അല്ലേ. പിന്നെ കൺജനിറ്റൽ ഹാർട്ട് ഡിസോർഡർ, അതൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിലും ഫീമെയിലും വരും. ഇവർ റീപ്രൊഡക്റ്റീവ്ലി സ്റ്റെറൈലായിരിക്കും. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് വേണ്ട പോയിൻ്റ് ഇതാണ്. നോക്കിയ ഹൈപ്പോഗൊണോഡിസം, അതുപോലെ തന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമാണ്. ഓക്കെ, ഇറ്റ് അക്കൗണ്ടിങ് ഫോർ അബൌട്ട് 10% ഓഫ് ഇൻഫെർട്ടൈൽ മെൻ. അതും കൂടെ പഠിക്കാം. ഓക്കെ, എന്താണ് യൂണിപാൻഡ് ഡൈസോമി എന്ന് പറയുന്നത്? സെൽസ് വിത്ത് യൂണിപാൻഡ് ഡൈസോമി മേ ഹാവ് ന്യൂമറിക്കൽ ബാലൻസ്. അവരുടെ ക്രോമസോം നമ്പറിലൊന്നും നമുക്ക് പ്രത്യക്ഷമായി വ്യത്യാസം കാണാൻ പറ്റില്ല. പക്ഷെ എന്താ പ്രോബ്ലം? ക്രോമസോം കോംപ്ലിമെൻറ്റ് ബട്ട് ആർ അൺബാലൻസ്ഡ് ഇൻ ടേംസ് ഓഫ് പാരൻ്റൽ കോൺട്രിബ്യൂഷൻ. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ആൻ എഗ് വിത്ത് ആൻ എക്സ്ട്രാ ക്രോമസോം ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സ്പേം വിച്ച് വാസ് മിസ്സിങ് ദാറ്റ് സെയിം ക്രോമസോം. കണ്ടോ, എഗ്ഗിൽ ആ ക്രോമസോം കാണും, പക്ഷേ സ്പേമിൽ എന്തായിരിക്കും? ആ ക്രോമസോം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് യൂണിപാരൻ്റൽ ഡൈസോമി. പരീക്ഷ ചോദിക്കാം, when an egg with an extra chromosome is fertilized by a sperm which was missing that same chromosome, the condition is to be what? Uniparental disomy. അത് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഗുണപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. Stay safe and prepare well. Thank you.